ഹലോ ഗേസ്, അപ്പോൾ ഇന്ന് ഓഫീസിൽ ഇതാ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. ലഞ്ച് ബ്രേക്കിന് ഞങ്ങൾ ഫുഡൊന്നും കൊണ്ടുവരാതെ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോവുകയാണ്. വേറൊന്നുമല്ല ഗേസ്, അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. അങ്ങനെ അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാൻ ചെയ്തൊന്നും ഫുഡൊന്നും കൊണ്ടുവന്നില്ല, നേരെ അവിടെ പോയി കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇതാ ഡോറ ബുജിയിൽ ഡോറ പറയുന്നത് പോലെ കാടും മേടും കുന്നും റോഡും എല്ലാം കടന്ന് ഞാനും എൻ്റെ ബുജിയും കൂടെ അന്നദാനം കഴിക്കാൻ പോവുകയാണ്. അതിലുള്ളതുപോലെ കാടും മേടൊന്നും ഇല്ലെങ്കിലും ഇവിടെ റോഡും വെയിലും ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അതെല്ലാം കൊണ്ടുവേണം പോവാൻ. അതായത് വെയിൽ, ഒടുക്കത്തെ വെയിലാണ് ഇപ്പോഴത്തെ വെയിൽ, അറിയാമല്ലോ. ഈ വെയിലെല്ലാം കൊണ്ട് അവിടെ എത്തുമ്പോൾ ഈശ്വര, അന്നദാനം വല്ലതും തീർന്നു പോവോ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ ഓഫീസിന് അടുത്ത് തന്നെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഗാനമേളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും. അത്യാവശ്യം കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ക്യൂവിൽ ഞാൻ എൻ്റെ ബുജിയും കൂടി നിന്ന് ക്യൂവിൽ നിന്ന് അത് അന്നദാനം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അന്നദാനം കിട്ടിയാൽ പിന്നെ അറിയാലോ, പിന്നെ അടുത്തങ്ങ് കഴിക്കുക. അത്ര തന്നെ എനിക്കറിയില്ല, പള്ളിയെന്നോ കോവിലെന്നോ ഇല്ല, എനിക്ക് എവിടെ ഫുഡ് കിട്ടിയാലും ഞാൻ പോകും. ജീവിക്കുന്നത് തന്നെ ഫുഡിന് വേണ്ടിയിട്ടല്ലേ, ഫുഡ് മുഖ്യം ബിഗിലേ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് ഓഫീസിലോട്ട് മടങ്ങുകയാണ് ഞാനും എൻ്റെ ബുജിയും കൂടെ. അങ്ങനെ പോകുന്ന വഴിക്ക് അന്നദാനം തിന്ന ക്ഷീണം മാറ്റാനായിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിന്നുണ്ടാക്കിയ വയറുമായിട്ട് അങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം. ടാറ്റാ ബൈ ബൈ, സീ യു.